പാചകകലയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യുകയാണ്. ഇത് ചക്കക്കിഴി എന്ന് പറയും. ചക്ക വരട്ടിയത് അരിമാവിൽ ചേർത്ത് അതിൽ നാളികേരക്കൊത്തും ഇട്ടാണ്ട് ഉണ്ടാക്കുന്ന കിഴി പോലുള്ള ഒരപ്പമാണ്. ചക്ക അപ്പം എന്നും പറയും, ചക്കക്കിഴി എന്നും പറയും. അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഇതിന് ഇല വാട്ടണം. വാഴയുടെ ഇല വാട്ടിയിട്ട് ഒരു കിഴി പോലെ ആക്കണം. അപ്പോൾ അത് നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇല വാട്ടിയെടുക്കണം, എന്നാലേ ഇത് കിഴി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഇല വാട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു കിഴിയായിട്ട് നമ്മൾ ഉണ്ടാക്കണം. അതിനാദ്യമായിട്ട് ഇങ്ങനെ മടക്കണം. ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഇതാക്കണം, ഇങ്ങനെ ചുരുട്ടണം. ചിലപ്പോൾ ഇങ്ങോട്ടാക്കിയിട്ട് ചുരുട്ടുക. അതായത് മടക്കിയ ഭാഗത്തേക്ക് ചുരുട്ടുക. ഇതാ ഇങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ ചുരുട്ടി വെച്ചു. ഇനി അത് ഈ ഓട്ട ഉണ്ട്, അതിൽ കൂടെ നമ്മൾ അരിമാവ്, അതായത് ചക്ക വരട്ടിയതും അരിമാവും ശർക്കര പാനിയും അതേപോലെ തേങ്ങാക്കൊത്തും ചേർത്ത് ആ സാധനത്തിലേക്ക് നമ്മൾ കെട്ടണം. ഇതുപോലെ കെട്ടും. അതിനിതാ ഇതുപോലുള്ള നാരുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അത് ഇതൊന്ന് കെട്ടുക. നമ്മൾ ഈ ചക്കയപ്പം ഉണ്ടാക്കുന്നതിന് അതിൻ്റെ അരിമാവ് ഇതിലൊഴിച്ചു. ഇതിങ്ങനെ കിഴിയാക്കി. ഇങ്ങനെ നമ്മൾ എല്ലാ ഇലകളിലും ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് അരിമാവ് ഒഴിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് പരമ്പരാഗതമായിട്ട് പണ്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ പല ആൾക്കാർക്കും ഇതറിയില്ല. ചക്കക്കിഴി എന്നാണ് ഇതിന് പറയുക, ചക്കയപ്പം എന്നും പറയും. നമ്മൾ ഈ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു വട്ടം വയ്ക്കാം. ഇതിങ്ങനെ അടിയിൽ വെച്ചിട്ട്, കാരണം ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സൗകര്യം പോലെ ഇതുപോലെ വയ്ക്കാം. ഇതാ വെച്ചു. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് തിളപ്പിക്കണം. എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. കാരണം ആ ഗ്രിഡ് ഇട്ടപ്പോൾ നമ്മൾ അയിമിലേക്ക് വെള്ളമാവാൻ പാടില്ല. ആ ഗ്രിഡ് ഇട്ടു. അതിൻ്റെ മീതെ നമ്മൾ തിളപ്പിക്കാം. തിളപ്പിച്ചിട്ട് നമ്മൾ ആട് വെച്ചാൽ മതി. സ്റ്റവ് ഓൺ ചെയ്തു. ഇതിൽ ആ ഗ്രിഡ് വെച്ചു. ഇനി അതിൻ്റെ മീതെ നമ്മൾ ഇത് വെക്കാം. ഒന്ന് തിളച്ചോട്ടെ. തിളച്ചിട്ട് ഇത് വെക്കാം. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതിൽ കൊള്ളുന്ന അത്ര ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ചക്ക, അതേപോലെ അരിമാവിൽ നമ്മൾ ചക്ക വരട്ടിയത് അതിലിട്ടു. അതുപോലെ ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതിൽ നാളികേരക്കൊത്തും ഇട്ടു. ഇതാ ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട്, കുറച്ചും കൂടി വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല.
നാളികേര കൊത്തും ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ആ ഇലയിൽ ഇതേപോലെ, ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ ആൾക്കാരുണ്ടാക്കില്ല, പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കിയിരുന്നു. ഇത് അട എന്നുള്ളതല്ല, കിഴി, ചക്കക്കിഴി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം നമ്മളിപ്പോൾ ഒരു 2 എണ്ണം ഉണ്ടാക്കണം. ഓഫാക്കുകയാണ്. നമ്മൾ സിമ്മിലിട്ടതാണ്. ഒരുപാട് വിസിലൊന്നും വേണ്ട. നമ്മൾ ആ ടൈം കണക്കാക്കിയിട്ട് ഇത് ഞാൻ ഓഫാക്കി. ഇതൊരു 8 മിനിറ്റ് എടുക്കും. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമ്മൾ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്താൽ മതി. നല്ല സ്വാദിഷ്ടമായ ചക്കയപ്പം. നല്ല ചൂടോടുകൂടിയാണ്. ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കുകയാണ്. നന്നായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയത് ചക്ക വരട്ടിയതും അരിമാവും. ആ അരിമാവിൽ നമ്മൾ അപ്പം നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകൂടെ ചെയ്യുക.